അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ആമി ചോദിച്ചതും അവളുടെ വാക്കുകളിൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് ലച്ചു ആമിയെ നോക്കി. ഏട്ടത്തിക്ക് എങ്ങനെ? അവൾ ആമിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് ആമി ഒന്ന് ചിരിച്ചു. അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ സേവിയർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ ഉടനെ നിന്റെ ഇഷ്ടം സേവിയറിനോട് തുറന്നു പറയണം. അതിന് ലച്ചു നിറഞ്ഞ കണ്ണുകളോടെ തല താഴ്ത്തി നിന്നതല്ലാതൊന്നും പറഞ്ഞില്ല. ലച്ചു, ഞാൻ പറഞ്ഞതാ ഏട്ടത്തി. ഞാൻ മാത്രമല്ല, അർജുനേട്ടനും പറഞ്ഞതാ. പക്ഷേ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അത് പറയുന്നതിനോടൊപ്പം ലച്ചു പൊട്ടിക്കരയാൻ തുടങ്ങിയിരുന്നു. ഈ വീട്ടിൽ ആരും എൻ്റെ ഇഷ്ടത്തിന് എതിരെ നിൽക്കില്ല. ഇവിടെയുള്ളവർക്കെല്ലാം ഇച്ചായൻ ഈ കുടുംബത്തിലെ അംഗം തന്നെയാണ്. എന്നാൽ ഇച്ചായനാണ് ഇവിടെ എല്ലാവരുമായി അകന്നു നിൽക്കുന്നത്. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുന്നതായി ഇച്ചായനെ. ഗൗരവത്തോടെ ഒന്ന് നോക്കുമെന്നല്ലാതെ എന്നോടൊന്ന് ചിരിക്കാറ് പോലുമില്ല. എന്തിനാ അമ്മയോടും വല്യമ്മയോടും ചെറിയമ്മയോടും മാത്രം ചിരിച്ച് സംസാരിക്കും. പിന്നെ അച്ഛനോടും വല്യച്ഛനോടും ചെറിയച്ഛനോടും എല്ലാം ബഹുമാനമാണ്. ഏട്ടന്മാരോടും അധികം അടുപ്പത്തിന് നിൽക്കാറില്ല. വലിയേട്ടൻ്റെ കൂടെയായിരിക്കും അധികവും. അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ ഇന്ന് കാണാൻ പോലും കിട്ടുള്ളൂ. കുട്ടിക്കാലത്ത് എപ്പോഴോ മനസ്സിൽ കയറി കൂടിയതാ. ആദ്യമെല്ലാം ഇച്ചായനെ തന്നെ വിവാഹം കഴിച്ചാൽ ഈ വീട്ടിൽ തന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് പിരിയാതെ ജീവിക്കാലോ എന്ന് കരുതി. എന്നാൽ പിന്നെ ഞാൻ സ്നേഹിച്ചു പോയി. ആ മുഖം വല്ലാതെ എൻ്റെ ഉള്ളിൽ കയറിക്കൂടി. ആദ്യം ഇഷ്ടം പറഞ്ഞത് അർജുനേട്ടനോടാ. എൻ്റെ എല്ലാ ഇഷ്ടത്തിനും കൂട്ടു നിൽക്കുന്നത് ഏട്ടനാ. ഈ ജന്മം ഇച്ചായനെ അല്ലാതെ വേറെ ആരെയും ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അർജുനേട്ടൻ ഇച്ചായനോട് നേരിട്ട് പോയി എനിക്ക് വേണ്ടി സംസാരിച്ചതാ. അപ്പം എന്നെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ലെന്നും ഇച്ചായൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ലെന്നും ഇച്ചായൻ്റെ ജീവിതം വല്യേട്ടന് വേണ്ടി ഉള്ളതാണെന്നും പറഞ്ഞ് അർജുനേട്ടനെ തിരിച്ചയക്കുന്നത് ഞാൻ കണ്ടതാ. പക്ഷേ മറക്കാൻ കഴിയുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് പോയി പറഞ്ഞത്. ഇച്ചായനില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു, കുറേ ഉപദേശിച്ചു. അവസാനം ഇച്ചായനെ മറക്കാൻ ഞാൻ മരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തടിച്ചു. എന്നിട്ടൊരിക്കലും എന്നെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ആ അടിയുടെ വേദന പോയി. പക്ഷേ അത് തന്ന ആൾ എൻ്റെ ഉള്ളിൽ വീണ്ടും ആഴത്തിൽ പതിഞ്ഞു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും മനസ്സിൽ പതിഞ്ഞു പോയി ആ മുഖം എനിക്ക് മായ്ക്കാൻ കഴിയുന്നില്ല ഏട്ടത്തി. ഇച്ചായൻ എന്നെ ഇഷ്ടമല്ല, ഒരിക്കലും എന്നെ സ്നേഹിക്കാനും പോകുന്നില്ല. പക്ഷേ എനിക്ക് സ്നേഹിക്കാലോ. മരിക്കുന്നത് വരെ ഞാൻ ഇച്ചായനെ ഓർത്ത് ജീവിച്ചോളാം. അതിനാരുടെയും അനുവാദം വേണ്ടല്ലോ. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പുലമ്പുന്ന ലച്ചുവിനെ കാണി അതുവരെ ചിരിച്ചുകൊണ്ട് നടക്കുന്ന അവളുടെ ഉള്ളിൽ പ്രണയത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയമുള്ള ഒരു കാമുകിയുണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു ആമി. തൻ്റെ മുൻപിലിരുന്ന് വിതുമ്പലോടെ പറയുന്ന ലച്ചുവിനെ കണ്ടതും ആമിക്ക് വല്ലാത്ത വേദന തോന്നി. അവളുടെ കണ്ണുകളിൽ സേവ്യറിന് വേണ്ടി അലയടിക്കുന്ന പ്രണയം ആമിക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. ആദ്യം ഇളം പ്രായത്തിൻ്റെ ചാബല്യമാകുമെന്ന് കരുതി. എങ്കിലും സേവ്യറിന് ആക്സിഡന്റ് പറ്റിയ ദിവസം അവളിലുണ്ടായ മാറ്റം, അതാണ് ആമിയെ ലച്ചുവിൻ്റെ മുൻപിൽ എത്തിച്ചത്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ഹൃദയത്തിൽ എന്തോ കുളത്തി വലിക്കുന്നത് വേദന തോന്നി അവൾക്ക്. ലച്ചു, ഞാൻ സംസാരിക്കാം സേവ്യറിനോട് നിനക്ക് വേണ്ടി. ലച്ചുവിൻ്റെ തോളിൽ കൈയമർത്തിക്കൊണ്ട് ആമി പറഞ്ഞതും ഒരു നിമിഷം കേട്ട വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് വിടർന്ന കണ്ണുകളോടെ അവൾ ആമിയെ നോക്കി. സത്യമായിട്ടും ഏട്ടത്തി എനിക്ക് വേണ്ടി ചായനോട് സംസാരിക്കുവോ? തന്നെ നോക്കി പ്രതീക്ഷയോടെ ചോദിക്കുന്ന ലച്ചുവിനെ നോക്കിക്കൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ ആമി സമ്മതം പറഞ്ഞതും അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ലച്ചു തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചത്. വല്യേട്ടൻ പറയുന്നത് മാത്രമാണ് ഇച്ചായന് വേദവാക്യം. അങ്ങനെയുള്ള പേട്ടത്തി എന്ത് പറഞ്ഞാലും അത് ഇച്ചായൻ തള്ളിക്കറിയാൻ കഴിയില്ല. ആമിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ആമി വിചാരിച്ചാൽ സേവ്യറിൽ മാറ്റമുണ്ടാക്കാമെന്ന് ലച്ചുവിന് ഉറപ്പായിരുന്നു. അന്ന് വൈകുന്നേരം ഡിസ്ചാർജായ സേവ്യർ ഔട്ട് ഹൗസിലേക്ക് പോകണമെന്ന് പറഞ്ഞു വാശി പിടിച്ചെങ്കിലും യാദവിൻ്റെ അന്ത്യശാസനത്തിൽ വേറെ വഴിയില്ലാതെ അവന് കാളിയാർ മഠത്തിലേക്ക് പോയി. താഴെ അർജുൻ്റെ മുറിയോട് ചേർന്നുള്ള മുറിയിലാണ് സേവ്യറിന് താമസമൊരുക്കിയത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചൊന്ന് മയങ്ങി എഴുന്നേറ്റ ആമി കാണുന്നത് അർജുൻ്റെ മുറിയുടെ മുൻപിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് എത്തി നോക്കുന്ന ലച്ചുവിനെയാണ്. എന്താണ് അവൾ ഇത്ര കാര്യമായിരുന്നു തിരയുന്നത് എന്നറിയാൻ വേണ്ടി നോക്കിയ ആമി അപ്പോഴാണ് മുറിയിൽ കിടന്ന് ഫോൺ നോക്കുന്ന സേവ്യറിനെ കാണുന്നത്. അതുവരെ അവിടെ പരുങ്ങി നിന്ന ലച്ചു ആമിയെ കണ്ടതും വേഗം അവിടെ നിന്നും മാറി നിന്നു. അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ലച്ചു അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ടതിനു ശേഷം ആമി പതിയെ സേവ്യറിൻ്റെ മുറിയിലേക്ക് പോയി. ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ചു തിരിക്കുന്നതിന് മുൻപ് ആമി ഒന്ന് ശ്വാസമെടുത്തു. ആദ്യം അവൾക്ക് സേവ്യറിനോട് ഒരു നന്ദി പറയണം, തൻ്റെ ജീവൻ രക്ഷിച്ചതിന്. തൻ്റെ മുറിയുടെ കതക് തുറക്കുന്ന ശബ്ദം കേട്ടതും സേവ്യർ വാതിലിനടുത്തേക്ക് നോക്കി.
ഡോറ് തുറന്ന് അതിനടുത്ത് നിൽക്കുന്ന ആമിയെ കണ്ടതും സംശയത്തിൽ സേവ്യറിൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. എനിക്കകത്തേക്ക് വരാമോ? തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്ന സേവ്യറിനെ നോക്കിക്കൊണ്ട് ആമി ചോദിച്ചതും അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് സേവ്യർ സംസാരിച്ചു. അതിനെന്താ, അകത്തേക്ക് വരൂ. ആമിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് സേവ്യർ തൻ്റെ ഫോണെടുത്തുള്ള ടേബിളിലേക്ക് വെച്ചു. അവനെ നോക്കി ഒന്ന് മടിച്ചുകൊണ്ട് ആമി സേവ്യറിൻ്റെ അടുത്തേക്ക് പോയി. ഇരിക്ക്. തൻ്റെ നേരെ ഇട്ടിരിക്കുന്ന ചെയറിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് സേവ്യർ പറഞ്ഞതും ആമി അതിലേക്കിരുന്നു. താങ്ക്സ്, എന്നെ രക്ഷിച്ചതിന്. സേവ്യറിൻ്റെ മുഖത്തേക്ക് നോക്കി ആമി പറഞ്ഞതും അവളെ തന്നെ നോക്കി സേവ്യർ എന്നിട്ട് സംസാരിച്ചു തുടങ്ങി. അവരുടെ കയ്യിൽ നിന്ന് ആമിയെ രക്ഷിച്ചത് ഞാനല്ല, എന്നെക്കൊണ്ട് അതിന് കഴിഞ്ഞില്ല. അപ്പോഴേക്കും എന്നെ പുറകിൽ നിന്ന് അവർ അടിച്ചു വീഴ്ത്തിയിരുന്നു. ബോധം പോയ ആമിയെ അവർ അപ്പോൾ തന്നെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. പിന്നെ യാദവ് സാറ് വന്നിട്ടാണ് ആമിയെ രക്ഷിച്ചത്. അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ ഭാവം നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സേവ്യർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ യാദവിൻ്റെ പേര് പറയുമ്പോൾ അവളുടെ മുഖത്ത് വന്ന് നിറയുന്ന വെറുപ്പും ദേഷ്യവും സേവ്യർ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. ഞാൻ വന്നത് മറ്റൊരു കാര്യം സംസാരിക്കാനാണ്. യാദവിനെ കുറിച്ചൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ആമി വേഗം വിഷയം മാറ്റിയത്. എന്നാൽ അവൾക്ക് വേറെന്താണ് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടി അവളെ തന്നെ നിരീക്ഷിച്ചിരിക്കുകയാണ് സേവ്യർ. എനിക്ക് സംസാരിക്കാനുള്ളത് ലച്ചുവിനെ കുറിച്ചാണ്. അവൾക്ക് നിങ്ങളോട്. മതി, ആമി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് സേവ്യറിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിയിരുന്നു. ആമി എന്തെങ്കിലും പറയുന്നതിന് മുൻപ് സേവ്യർ വീണ്ടും സംസാരിച്ചു തുടങ്ങി. അവൾ ചെറിയ കുട്ടിയാണ്, പഠിക്കുന്ന പ്രായം. അവളുടെ മനസ്സിൽ എന്തെങ്കിലും അവിവേകം തോന്നിയെങ്കിൽ അത് മുതിർന്നവർ പറഞ്ഞു തിരുത്തുകയാണ് വേണ്ടത്, അല്ലാതെ അവളുടെ വക്കാലത്തുമായി വരികയല്ല. ആമിയെ നോക്കി അത് പറയുമ്പോൾ സേവ്യറിൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു. എന്നാൽ അവനെ തന്നെ നിരീക്ഷിക്കുകയായിരുന്നു ആമി. അവൻ്റെ മുഖത്ത് നിറയുന്ന ഗൗരവത്തേക്കാൾ അവൾ ശ്രദ്ധിച്ചത് അവൻ്റെ കണ്ണുകളിലെ പതർച്ചയായിരുന്നു. എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. അതിന് മാത്രം നിങ്ങൾ എനിക്ക് മറുപടി തന്നാൽ മതി. നിങ്ങൾക്ക് ലച്ചുവിനെ ഇഷ്ടമാണോ അല്ലയോ? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ആമി ചോദിക്കുമ്പോൾ അവളുടെ വാക്കുകൾക്ക് മുൻപിൽ പതറുന്ന സേവ്യറിനെ അവൾ ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആമിയെ നോക്കാതെ മറുപടി പറയുന്ന സേവ്യറിനെ അവൾ നോക്കി നിന്നു. നിങ്ങൾക്ക് ലച്ചുവിനെ ഇഷ്ടമാണ്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളത് സമ്മതിക്കാത്തത്? ഒരു നിമിഷം ആമിയുടെ ആ തുറന്നുള്ള ചോദ്യത്തിന് മുൻപിൽ സേവ്യർ പകച്ചുപോയി. അവൻ്റെ കണ്ണുകൾ പിടക്കുന്നതിനോടൊപ്പം ആമി ഇതെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതായിരുന്നു അവൻ അത്ഭുതത്തോടെ നോക്കിയത്. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ അവന് കഴിയില്ലായിരുന്നു. ഇല്ല, എൻ്റെ മനസ്സിൽ അങ്ങനൊരു ഇഷ്ടമില്ല, ആരോടുമില്ല. അവളെ നോക്കാതെ തിരിഞ്ഞു നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ അലയടിക്കുന്ന ലച്ചുവിനോടുള്ള പ്രണയം ആമി കാണാതിരിക്കാൻ അത് ഒളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൻ. എന്നാൽ ഇനിയും സേവ്യനോട് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയ ആമി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾ ആരെയാണ്, എന്തിനെയാണ് ഭയക്കുന്നത്? ഇനി കാളിയാർ മഠം ഈ ബന്ധം അംഗീകരിക്കില്ല എന്ന് ഓർത്തിട്ടാണോ? ഈ വീട്ടിലുള്ള ആളുകളുടെ നല്ല മനസ്സ് എന്നേക്കാൾ മുൻപ് തിരിച്ചറിഞ്ഞ ആളല്ല നിങ്ങൾ. ലച്ചുവിൻ്റെ ഇഷ്ടത്തിന് ഇവിടെ ആരും തടസ്സം നിൽക്കില്ല. ഈ വീട് നിങ്ങളെ സ്വന്തം പോലെയാണ് കാണുന്നത്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പൂർണ്ണ മനസ്സോടെ ഇവിടെയുള്ളവർ നടത്തി തരും. അത് നിങ്ങൾക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ലച്ചുവിനെ മനഃപൂർവ്വം നിങ്ങളിൽ നിന്ന് അകറ്റുന്നത്? എന്താണ് നിങ്ങളുടെ ഇടയിലെ തടസ്സം? സേവ്യറിനെ നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ ആമി തിരക്കിയെങ്കിലും അപ്പോഴും സേവ്യറിന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ഇന്നും കൂസാതെയുള്ള ഭാവം അവളെ ചൊടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ശരി, നിങ്ങൾ പറയണ്ട, ഞാൻ മുത്തശ്ശനോട് പറഞ്ഞോളാം, അദ്ദേഹം നിങ്ങളുമായി സംസാരിച്ചോളും. അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ആമി കതകിനടുത്തേക്ക് പോയതും സേവ്യറിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിയിരുന്നു. ആമി, എനിക്ക് ലച്ചുവിനെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കൊരിക്കലും അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ സാധിക്കില്ല. കാരണം എൻ്റെ ജീവിതവും ജീവനും അത് കാളിയാർ മഠത്തിലെ യാദവജ്ഞയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണ്. ഒരു നിമിഷം സേവ്യറിൻ്റെ വാക്കുകളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ആമി. അവൻ പറഞ്ഞ വാക്കുകൾ തൻ്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ അർത്ഥതലങ്ങൾ കീറിമുറിച്ച് പരിശോധിക്കുകയായിരുന്നു അവളുടെ തലച്ചോറ്. എന്നിട്ടും ഉത്തരം കിട്ടാതെ അവനെ സംശയത്തോടു കൂടി നോക്കുമ്പോൾ ബാൻഡേജുള്ള തൻ്റെ കൈയും താങ്ങിക്കൊണ്ട് സേവ്യർ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. തന്നെ നോക്കി ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിൽ നിൽക്കുന്ന ആമിയെ നോക്കിക്കൊണ്ട് അയാൾ സംസാരിച്ചു തുടങ്ങി. ആമിയുടെ മനസ്സിൽ യാദവ സാറ് ഒരു ദുഷ്ടനാണ്, ഒരു ക്രൂരനാണ്. പകയുടെ പേരിൽ ആമിയുടെ ജീവിതവും കുടുംബവും തകർത്ത ആളാണ്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല, എല്ലാം സത്യമാണ്. സാറ് കാരണം ആമിക്കുണ്ടായ നഷ്ടങ്ങൾ ഒരിക്കലും ചെറുതല്ല. അത് ന്യായീകരിക്കാൻ ഞാൻ ശ്രമിക്കുകയുമില്ല. ആമിക്കൊരിക്കലും സാറിനോട് ക്ഷമിക്കാൻ കഴിയില്ലെന്നറിയാം.
പക്ഷേ ആമിക്കറിയാത്ത മറ്റൊരു യാദവാഗ്നി കാളിയാർ മഠത്തിലുണ്ട്. എനിക്ക് ലച്ചുവിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ. അതിനിടയിലേക്ക് വേറെ ആരെയും കുറിച്ച് എനിക്കറിയണ്ട. യാദവിനെ കുറിച്ചൊന്നും കേൾക്കാൻ താല്പര്യമില്ലാതെ ആമി മുഖം തിരിച്ചതും അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് സേവ്യർ പറഞ്ഞു, ശരി, സാറിനെ കുറിച്ച് ആമിയൊന്നും അറിയണ്ട, പക്ഷേ എന്നെക്കുറിച്ച് എനിക്ക് പറയാലോ. അത് പറഞ്ഞുകൊണ്ട് സേവ്യർ തൻ്റെ കണ്ണുകൾ അടച്ചു. ഒരിക്കലും ഓർക്കാൻ താല്പര്യമില്ലാത്ത തൻ്റെ ഭൂതകാലത്തിലേക്ക് അവൻ്റെ ഓർമ്മകൾ സഞ്ചരിച്ചു. എൻ്റെ ഓർമ്മ വെച്ച നാളു മുതൽ ഞാൻ കഴിഞ്ഞിരുന്നത് ഒരു ഭ്രാന്താശുപത്രിയുടെ സെല്ലിലാണ്. ആ ആശുപത്രിയുടെ സെല്ലിൽ അടക്കപ്പെട്ടിട്ടുള്ള നിരവധി ഭ്രാന്തികളിൽ ഒരു ഭ്രാന്തിയാണ് എൻ്റെ അമ്മ. ഒരു നിമിഷം സേവ്യന്റെ വെളിപ്പെടുത്തലിൽ ആമി ഞെട്ടി. വിശ്വസിക്കാൻ കഴിയാതെ അവനെ നോക്കിയതും അവൻ സംസാരിച്ചു തുടങ്ങി. പ്രായത്തിൻ്റെ ചാബല്യത്തിൽ ആരുടെയോ ചതിയിൽപ്പെട്ട് അവസാനം അവൻ്റെ പ്രണയനാടകം തിരിച്ചറിഞ്ഞപ്പോൾ ഭ്രാന്തിലേക്ക് കൂപ്പുകുത്തപ്പെട്ടവൾ അവരാണ് എൻ്റെ അമ്മ. എന്നാൽ അവിടെയും എൻ്റെ അമ്മയ്ക്ക് പരീക്ഷണങ്ങൾ മാത്രമായിരുന്നു. അയാളുടെ ചതി അമ്മയുടെ വയറ്റിൽ ഞാനെന്ന കുഞ്ഞു ജീവനായി കുരുത്തപ്പോൾ അമ്മയുടെ മനസ്സിനെയും ശരീരത്തിനെയും ബാധിച്ച ഭ്രാന്ത് അത് തിരിച്ചറിഞ്ഞില്ല. അയാൾ റോട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട് വഴിയിൽ കിടന്ന് ബഹളം വെച്ച ആ ഭ്രാന്തിയെ ഏതോ മനസാക്ഷിയുള്ള ആൾ ഹോസ്പിറ്റൽ കൊണ്ടുചെന്നു. കുറച്ചു കഴിഞ്ഞാണ് അവരുടെ ഉള്ളിൽ ഒരു കുഞ്ഞുണ്ട് എന്ന് പോലും മറ്റുള്ളവർ അറിയുന്നത്. ഭ്രാന്ത് ആശുപത്രിയുടെ ചുവരുകളിൽ എൻ്റെ അമ്മയുടെ ഗർഭകാലം കടന്നു പോകുമ്പോഴും ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ അമ്മ തിരിച്ചറിഞ്ഞിരുന്നില്ല. അവസാനം ഭ്രാന്തിൻ്റെ മരവിപ്പോടെ തന്നെ അവർ എനിക്ക് ജന്മം നൽകി. അമ്മയുടെ വാത്സല്യവും സ്നേഹവും മുലപ്പാലും എനിക്ക് നിഷേധിക്കപ്പെട്ടു. അപ്പോഴും എൻ്റെ ലോകം ആ ഭ്രാന്താശുപത്രിയിലായിരുന്നു. ആ ഹോസ്പിറ്റലിലും അവിടുത്തെ അന്തരീക്ഷവും എന്നെ ഭയപ്പെടുത്തിയിരുന്നില്ല. ആൺപെൺ വ്യത്യാസമില്ലാതെ സ്വബോധം നഷ്ടപ്പെട്ട് കഴിയുന്ന ഓരോ ആളുകളെ കാണും തോറും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എൻ്റെ അമ്മയുടെ ചിത്രമായിരുന്നു. അവിടെ നിന്ന് മാറ്റാൻ ഹോസ്പിറ്റൽ സ്റ്റാഫുകളടക്കം ഒരുപാട് പേര് ശ്രമിച്ചു. എങ്കിലും എനിക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്ന അവിടം തന്നെയായിരുന്നു എൻ്റെ ലോകം. അവിടുത്തെ ഡോക്ടറായ സാമുവൽ ഡോക്ടറുടെ കരുണ കൊണ്ട് എൻ്റെ വിദ്യാഭ്യാസവും നടന്നുപോയി. മനുഷ്യപ്പറ്റുള്ള അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് ഒരുപാട് പേർക്ക് ഭേദമായെങ്കിലും എൻ്റെ അമ്മയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. എന്നെ തിരിച്ചറിയാത്ത സ്നേഹിക്കാത്ത അമ്മയോടൊപ്പം ഞാൻ അവിടെ തന്നെ കഴിഞ്ഞു. എന്നാൽ ഒരു ദിവസം പതിവിന് വിപരീതമായി 332 നമ്പർ സെല്ലിൽ നിന്ന് ചോര വാർന്നൊഴുകുന്ന തലയിൽ കൈവച്ച് പുറത്തേക്ക് അലറിക്കൊണ്ട് ഓടിയ നഴ്സിനെ കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത്. എന്നാൽ അവിടെ കണ്ട കാഴ്ച ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. സ്വബോധം നഷ്ടപ്പെട്ട് സ്വന്തം മുടിയിൽ കൈകൾ കോർത്തു വലിച്ചുകൊണ്ട് അലറി നിലവിളിക്കുന്ന ഒരു 6 വയസ്സുള്ള ആൺകുട്ടി. അവൻ്റെ വസ്ത്രത്തിലാകെ രക്തം പടർന്നിരുന്നു. അന്ന് അവിടുത്തെ അറ്റൻഡർമാർ വരുന്നതും അവനെ പൊതിരെ തല്ലുന്നതും ഞാൻ ഭയത്തോടെയാണ് നോക്കി നിന്നത്. എന്നാൽ ഒന്ന് ചലിക്കുക പോലും ചെയ്യാതെ, വേദനയോ വികാരങ്ങളോ ഒന്നുമില്ലാതെ ഒരു മരം പോലെ നിന്ന് അവരുടെ മർദ്ദനമെല്ലാം ഏറ്റുവാങ്ങുന്നവനോട് എനിക്കെന്ത് വികാരമാണ് തോന്നിയത് എന്ന് ഇന്നും അറിയില്ല. പിന്നീട് അതെല്ലാം അവിടെയുള്ളവർക്ക് സ്ഥിരം കാഴ്ചയായിരുന്നു. പിന്നീട് സാമുവൽ ഡോക്ടറുടെ ഇടപെടൽ കൊണ്ടാണ് ആ അവസ്ഥയിൽ മാറ്റം വന്നത്. അദ്ദേഹത്തിൻ്റെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും കരുതലും അവനിൽ മാറ്റങ്ങൾ വരുത്തിച്ചു. അദ്ദേഹത്തോടൊപ്പം എന്നെയും അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഓരോ ദിവസവും വെറുതെ ഞാൻ ആ സെല്ലിന് മുൻപിൽ പോയി നിൽക്കാറുണ്ടായിരുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ അതിനും എനിക്ക് മറുപടിയില്ല. എന്നാൽ പിന്നീട് പതിയെ ഞാൻ അവൻ്റെ മുൻപിലേക്ക് പോയി തുടങ്ങി. എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തല താഴ്ത്തിയിരിക്കുന്നവനെ നോക്കി ഞാനും ഇരിക്കാൻ തുടങ്ങി. പിന്നീട് എപ്പോഴൊക്കെയോ അവനും എന്നെ തിരികെ നോക്കി തുടങ്ങി. എന്നെ അവനും ശ്രദ്ധിച്ചു തുടങ്ങി. പതിയെ അവൻ്റെ സൗഹൃദ വലയത്തിലേക്ക് കടക്കാൻ ഞാൻ ശ്രമിച്ചു. എങ്കിലും അത് അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒന്നായിരുന്നില്ല.